പ്രതിപക്ഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇംപീച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്കാണ്. ഘടകകക്ഷികളൊക്കെ ആയിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ വരെ ചെല്ലും? ഇപ്പോൾ എടുത്തതിനും പിടിച്ചതിനും വെട്ടുകത്തി എടുക്കുന്ന പോലത്തെ ഒരു സമീപനമാണ്. ചില വീട്ടിലെ റൗഡികളുണ്ട്. എന്തു പറഞ്ഞാലും ഒന്നുകിൽ വെട്ടുകത്തി അല്ലെങ്കിൽ കൊടുവാൾ എടുത്തുകൊണ്ട് ഭാര്യയുടെ നേരെയും മക്കളുടെ നേരെയും ചെല്ലുമെന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും ഇപ്പം സ്ഥിരം ഇതൊരു പതിവായിരിക്കുകയാണ്. ഒന്നുകിൽ ഇംപീച്ച്മെൻറ്റ്, അല്ലെങ്കിൽ പ്രിവിലേജ് മോഷൻ, അല്ലെങ്കിൽ നോ കോൺഫിഡൻസ് മോഷൻ, അല്ലെങ്കിൽ പുറത്താക്കൽ നോട്ടീസ്, എന്തെങ്കിലും ഒരു സാധനം ഓരോ സെഷനിലും ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ സർക്കാരിനെതിരെ പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വലിയ നേട്ടങ്ങൾ അവരുണ്ടാക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പുറത്തറിയാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ അതിനെതിരെ പറയാൻ പറ്റിയ വലിയ സാധനം വേണം. അതില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യുക? ചെളിവാരി എറിയുക, നാറ്റിക്കുക, അതേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നേരെയാണ് കുറേ നാളായിട്ട് കടി തുടങ്ങിയിരിക്കുന്നത്. അതിന് ഇപ്പം ഇതെടുത്തിടാൻ പ്രത്യേകിച്ചൊരു കാരണവും കൂടെ ഉണ്ട്. കാരണം ധൻഖറിനെതിരെ ഇവർ ഇതുപോലെ ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവന്നു. അന്ന് അതിലെ അക്ഷരപ്പശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് തട്ടി. രണ്ടാമത് ഓം ബിർളയ്ക്കെതിരെ, ലോക്സഭാ സ്പീക്കർക്കെതിരെ പുറത്താക്കൽ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ TMC ഒപ്പിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ ഐക്യം വലിയ പ്രധാനമാണല്ലോ. അപ്പോൾ TMC ഒപ്പിടണമെങ്കിൽ, മമത ഒപ്പിടണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടെ നിൽക്കണമെങ്കിൽ, മമത കൂടെ നിൽക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞാലേ നടക്കുള്ളൂ. ഇലക്ഷൻ കമ്മീഷനെതിരെ, SIRന് എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ മമതയും കൂടെ കിട്ടും. അപ്പം മമത ഇപ്പോൾ കൂടെ പിടിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെൻറ്റ് മോഷൻ കൊണ്ടുവരും. കാരണം മമത ഇപ്പം തിരിഞ്ഞു നിൽക്കുന്നത് പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷണർക്കെതിരെയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മേശയ്ക്ക് അടിച്ച് സംസാരിച്ചു, വെപ്രാളം കാണിച്ചു. പക്ഷേ ഇതിലൊന്നും ഗണേഷ് കുമാർ വീണില്ല. ഗണേഷ് കുമാർ മുറ്റിയ ഒരു IAS കാരനാണ്. അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് കളി കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം കൂസലില്ലാതെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ സുപ്രീം കോടതിയിലോട്ടൊരു വലിയ ജാഥ നടത്തി. അങ്ങനെ അവിടെ കറുത്ത ഷാളുമൊക്കെ അണിഞ്ഞ് അവിടെ ചെന്ന് ഒരു പ്രസംഗം നടത്തി നോക്കി. നമ്മുടെ തെരുവിൽ നടത്തുന്ന ഒരു പ്രസംഗവാസം അവിടെ സുപ്രീം കോടതിയിൽ ചെന്ന് നടത്തി. അവർ പറഞ്ഞ് വി വിൽ ഹിയർ യു സാർ, ഗിവ് മീ 5 minutes എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പം അവർ പറഞ്ഞ് ഐ വിൽ ഗിവ് യു 15 minutes, സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 15 മിനിറ്റ് പറഞ്ഞതും യാതൊരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ തെരുവിൽ രാഷ്ട്രീയക്കാരെ സംസാരിക്കില്ലേ? ബംഗാളിൽ ജനാധിപത്യം നശിച്ചിരിക്കുന്നു സാർ, ബംഗാളിൽ ജനാധിപത്യത്തെ ഇവിടുത്തെ BJP സർക്കാർ ഞെക്കിക്കൊല്ലുന്നു, അതിന് കൂട്ടുനിൽക്കുകയാണ് ഗ്യാനേഷ് കുമാർ എന്ന ഇലക്ഷൻ കമ്മീഷണർ. അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആയുധമാണ് SIR. ഇലക്ഷൻ ജനങ്ങളെ, വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുന്നതിനല്ല, പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതിനാണ് SIR നടപ്പിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഈ ഉണ്ടയില്ലാ വെടികൾ, തെളിവില്ല ആരോപണങ്ങളൊക്കെ ഇങ്ങനെ നടത്തി. ഇതൊക്കെ സുപ്രീം കോടതിയിൽ ഈ വക സാധനമൊന്നും കേൾക്കില്ലെന്നുള്ളത് മമത LLB പഠിച്ച സ്ഥിതിക്ക് മമതയ്ക്ക് അറിയാവുന്നതാണ് എനിക്ക് വിശ്വാസം. പക്ഷേ ഒരു ഷോ കാണിക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ അവർക്ക് കൊടുക്കണം. അതിനാണ് ഇവർ ഈ പരിപാടി പണ്ടേ നടത്തുന്നതാണ്. പണ്ട് 1975 ഇവർ ജയപ്രകാശ് നാരായണനെതിരെ ഒരിക്കൽ, അന്ന് ഇവർ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയുള്ളൂ, 21 വയസ്സാ മറ്റേ ഉള്ളൂ, ഒരു വലിയ ബഹളം നടത്തി. എന്നിട്ട് ജയപ്രകാശ് നാരായണൻ്റെ കാറിൻ്റെ മോളിൽ നിന്ന് ഡാൻസ് കളിച്ചു. അപ്പം ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും കണ്ണിലെ കരടായിട്ട് നിന്നത് ജയപ്രകാശ് നാരായണനാണ്. അദ്ദേഹമാണ് ഈ പ്രതിപക്ഷ ഐക്യത്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നതെല്ലാം. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് കണ്ണിലെ കരടായിരുന്നു. ആകെ അവർക്കറിയാം ഈ ഗാന്ധിജിക്ക് ശേഷം നോർത്ത് ഇന്ത്യയിൽ ജനങ്ങളുടെ ഇടയിൽ പേരുള്ള ഒരു നേതാവ് ജയപ്രകാശ് നാരായണനാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുക്കണമെന്ന് അവർക്ക് പണ്ടേ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു നമ്മുടെ KSUക്കാരി, അന്ന് KSU അല്ല, അവിടെ യൂത്ത് പിന്നെ ഇവരുടെ ഒരു യുവജന പ്രസ്ഥാനം, കോളേജിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു ഇവർ, മമത. അപ്പം അവരെ പിടിച്ച് അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹിയാക്കാൻ പറ്റും. അങ്ങനെ ജോയിൻറ്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്തോ ആക്കി. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് സീറ്റും കൊടുത്തു 89-ൽ. അപ്പം ഇങ്ങനെ ഈ പ്രത്യേക ശ്രദ്ധ പിടിച്ചു പറ്റി സ്ഥാനം പിടിക്കുന്നതിൽ ഒരു വലിയ മിടുക്കിയാണ്. 1998 ഈ മഹിളകൾക്ക് സംവരണം കൊടുത്തുകൊണ്ട്, 3/1 സംവരണം കൊടുത്തുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് വന്നു പാർലമെൻറ്റിൻ്റെ മുമ്പിൽ.
അപ്പോൾ ആ ബിൽ നടപ്പിലാക്കാനായിട്ട് എതിര് നിന്നത് SP-യും സമാജ്വാദി പാർട്ടിയും ഈ മുലായം സിംഗിൻ്റെ ലാലു പ്രസാദിൻ്റെ RJD-യുമാണ്. അപ്പോൾ ഈ മുലായം സിംഗിൻ്റെ 2 MP-മാർ ഭയങ്കര ശല്യമായിരുന്നു നടക്കുന്നത്. ഇവരെന്ത് വെച്ചാൽ നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഈ 2 MP-മാരുടെയും കഴുത്തി പിടിച്ച് കോളറി പിടിച്ച് തൂക്കി അങ്ങ് ഈ പാർലമെൻറ്റിൻ്റെ വെല്ലിലോട്ടെടുത്ത് എറിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ഷോ പീസുകൾ കാണിക്കുന്നതിൽ അവരെപ്പോഴും വിദഗ്ധരാണ്. ഇതുപോലെ ഒരിക്കൽ പിന്നെ 89 ഇങ്ങനെ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് 91 ഇലക്ഷൻ വന്നപ്പം ജ്യോതിബാസു വിചാരിച്ചു ഇത് തീപ്പൊരി ഇച്ചിരി ശരിയല്ലല്ലോ, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ തീപ്പൊരിയേക്കാൾ വലിയ തീപ്പൊരിയൊന്നും ബംഗാളിൽ വേണ്ട, ഇവരെ പൊട്ടിച്ചളയാന്ന് പറഞ്ഞാൽ മാലിനി ഭട്ടാചാര്യ എന്ന് പറഞ്ഞൊരു തീപ്പൊരി അവിടെ വേറൊരു വനിതയുണ്ട്, അവരെ പിടിച്ചിട്ട് കൊടുത്തു. ഇതേ മണ്ഡലത്തിൽ മമത തോറ്റുപോയി. അപ്പം മമതയ്ക്ക് വട്ടളായി. മമത എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉടൻ തന്നെ അപ്പോൾ അവിടെ ഒരു DYFI-കാരനായിട്ട് ഒരു ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു യുവജന വിഭാഗത്തിൻ്റെ ഒരു നേതാവല്ല പ്രവർത്തകൻ ഒരു വികലാംഗയെ ബലാത്സംഗം ചെയ്തു. അപ്പോൾ അതെങ്ങനെ ഒരു മൂലയ്ക്ക് ഒരു പത്രത്തിലെങ്ങാണ്ട് ചെറുതായിട്ട് വന്നു പോയൊരു വാർത്തയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു ഇത് പറ്റിയ സന്ദർഭം, ഇവരിതിനെ എടുത്ത് ബ്ലോക്ക് ചെയ്ത് ഇത് വലിയ വിഷയമാക്കി പശ്ചിമ ബംഗാൾ മുഴുവൻ കത്തുന്ന ഒരു വിഷയമാക്കിക്കൊണ്ട് കുറേ ആൾക്കാരെ വിളിച്ച് നേരെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് ജ്യോതിബാസുവിനെതിരെ അങ്ങോട്ട് ചെന്നു. ജ്യോതിബാസു പറഞ്ഞു നിങ്ങൾ മഹാപേശകാണ്, പോലീസുകാരെ എടുത്ത് പറഞ്ഞാൽ അടിച്ച് ഉരുട്ടിയേക്കാൻ പറഞ്ഞു. അങ്ങനെ അടിച്ച് ശരിയായി കളഞ്ഞു മമത. അന്ന് 13 പേരെ വെടിവെച്ചും കൊന്നുകളഞ്ഞു. ഭയങ്കര ഒരു ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായി വന്ന അവസാനം സുപ്രീം കോടതിയിൽ അവർ വലിയ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു കേട്ടോ. സുപ്രീം കോടതി പറഞ്ഞു ഇത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം നടന്ന ഏറ്റവും വലിയ നരഹത്യയാണ് ജ്യോതിബാസു ചെയ്തതെന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ജ്യോതിബാസുവിനറിയാം ഇത് അവർക്കൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇതിനെ ഇങ്ങനെ വിട്ടാക്കൂല, ഇത് വെറും തരികിടയായിട്ട് വരും എന്ന് വിചാരിച്ച് അദ്ദേഹം ആദ്യമേ തന്നെ പണിതാണ്. നല്ല അടി പോലീസുകാരോട് പറഞ്ഞു, കൊടുത്തേക്കാൻ പറഞ്ഞു. പെണ്ണാണെന്നും ഒന്നും നോക്കണ്ട, MP ആണെന്നും ഒന്നും നോക്കണ്ട, കൊടുത്തേക്കാൻ പറഞ്ഞു ബെസ്റ്റ് ആയിട്ട്. നല്ലപോലെ പറ്റിച്ചു. പക്ഷെ ഇപ്പം മമതയെ ഇവർക്ക് മരിക്കാൻ കഴിയുമോ? ഈ ഒരു വിഷയത്തിലൂടെ കൊണ്ടുവന്നിട്ട് ഇതിലിപ്പോ ഇന്ത്യ മുന്നണി ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇപ്പം ഓം ബിർളയുടെ കേസിൽ ഇവർ മാറി നിൽക്കില്ലേ, അപ്പം മമതയെ പിടിച്ചിടണമെങ്കിൽ മമത കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു വിഷയത്തിൽ തന്നെ പിടിച്ച് നിർത്തണം. അതിനാണ് മമതയെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ജ്ഞാനേഷ് കുമാർ എന്ന ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് മോഷൻ. ഇതിപ്പോൾ നിത്യ പണിയായതുകൊണ്ട് ഇതിപ്പം ഡൽഹിയിൽ ആർക്കും ഇതൊരു മൈൻഡില്ല. ഇപ്പം ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി പുറത്താകും എന്നുള്ളതാണ് ഇപ്പോൾ അവസ്ഥ. രാഹുൽ ഗാന്ധിക്ക് പുറത്താക്കൽ അവിശ്വാസം മാറ്റിയിട്ട് പുറത്താക്കൽ നോട്ടീസിലേക്ക്, പ്രിവിലേജ് മോഷന് പകരം പുറത്താക്കൽ നോട്ടീസിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വരുമ്പം രാഹുലിൻ്റെ കാര്യം ഉറപ്പായി കഷ്ടത്തിലാവും എന്നുള്ളതാണ്. പിന്നെ രാഹുലിനെ കഷ്ടത്തിലാക്കരുതെന്ന് പറയുന്ന BJP-ക്കാരും ഉണ്ട്. കാരണം ഇയാളെ കഷ്ടത്തിലാക്കിയാൽ വേറൊരുത്തൻ കയറി പ്രതിപക്ഷ നേതാവായാൽ നമുക്ക് അതിനേക്കാൾ തന്നെയാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ വെട്ടിത്തരമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നോളും, നമുക്ക് വലിയ കുഴപ്പമില്ല. ഒരിക്കലും ആ ഗ്രാഫ് ഉയരാൻ പോകുന്നില്ല. മറ്റേത് ചിലപ്പോൾ ഇനി ശശി തരൂരിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഡെപ്യൂട്ടി ഓപ്പോസിഷൻ ലീഡറായിരിക്കുന്ന ഗൗരവ് ഗൊഗോയിയൊക്കെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയാൽ ഇവർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വന്നാൽ പിന്നെ നമുക്ക് ഇതിനൊക്കെ ആൻസർ പറയാൻ മെനക്കെടാണ്. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ കളിയും ചിരിയും കുറേ ഗോഷ്ഠികളും പിന്നെ ഷോൾഡർ പരിപാടികളൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കും, കുഴപ്പമില്ല എന്ന് തോന്നും. ഇപ്പം എന്തായാലും ഇംപീച്ച്മെൻ്റ് എന്നുള്ളത് ഇപ്പോൾ ഒരു നിത്യാഭ്യാസമായി ഇന്ത്യ മുന്നണിക്കാരെടുത്തിരിക്കുകയാണ്. ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ, ശരിക്കും ജ്ഞാനേഷ് കുമാറിനെതിരെ അല്ല അവർ പോകേണ്ടത്. ഇംപീച്ച്മെൻറ്റ് അവർ പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ പറഞ്ഞ കാര്യങ്ങൾ SIR ആണ് പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ ജ്ഞാനേഷ് കുമാറിൻ്റെ ധിക്കാരമാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ ഇംപീച്ച് ചെയ്യേണ്ടത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയാണ്. അദ്ദേഹമാണ് ഇത് മമത എന്ന് പറഞ്ഞപ്പം എടുത്ത് തള്ളിയത്. അങ്ങനെ ഒന്നും വേണ്ട, എല്ലായിടത്തും SIR ഒക്കെ നേരെ മാന്യമായിട്ടൊക്കെ നടത്തണം. അങ്ങനെ SIR ഒക്കെ നടത്തിയാലേ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ ശരിയാവുള്ളൂ, അതിൽ അപാകതകളൊക്കെ വരാതെ നോക്കണം എന്നല്ലാതെ SIR നടത്തണ്ടെന്നൊന്നും പറയണ്ട. അതിനുള്ള പവറൊന്നും ഗണേഷ് കുമാർ കുറയ്ക്കണ്ട. നിങ്ങളവിടെ മൈക്രോ ഒബ്സർവറെയൊക്കെ വെച്ച് ചെയ്തോ, പക്ഷേ അതെല്ലാം കൃത്യമായിരിക്കണം, വേണ്ട രീതിയിലായിരിക്കണം എന്നും പറഞ്ഞ് ഓർഡർ ഇട്ടത് ഇപ്പോൾ ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെൻറ്റിന് പോകുമെന്ന് ഇനി അറിഞ്ഞുകൂടെ. ചിലപ്പോൾ ഇനി അടുത്തത് ഈ ഗണേഷ് കുമാറിൻ്റേത് വലിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത അതായിരിക്കും. ഈ ഇംപീച്ച്മെൻ്റ് ഒന്നും അവിടെ വലിക്കില്ല. കാരണം മോദിക്ക് ഭൂരിപക്ഷം ഇരിക്കുമ്പോൾ BJPക്ക് ഭൂരിപക്ഷം ഇരിക്കുമ്പോൾ ഇതൊന്നും വലിക്കാൻ പോണില്ല. പിന്നെ ചുമ്മാ ഒരു ന്യൂസൻസ് വാല്യൂ, ചിലരിങ്ങനെയാണ് ന്യൂസൻസ് വാല്യൂ. സ്പീക്കറുടെ കാര്യത്തിനകത്ത്, ലോക്സഭാ സ്പീക്കറിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് ന്യൂസൻസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാം, അതേ ഉള്ളൂ.
കാരണം ഇതിനകത്ത് ഒന്നും ഇല്ലല്ലോ, അറിയാൻ തക്ക വിഷയം വേണ്ടേ. ഇപ്പം സ്പീക്കറെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ സ്പീക്കർ അത്ര ഒരു തെറ്റ് ചെയ്തിരിക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇപ്പോൾ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ സമയത്ത് താങ്കൾ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാൽവാലിനെ കുറിച്ചോ ജനറൽ നരവണയെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ബുക്കിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കാം. പക്ഷെ ഇപ്പം ഇതാണ് വിഷയം, ഇത് സംസാരിക്കൂ എന്ന് പറഞ്ഞതിനാണ് ഈ അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മോഷനും ഇംപീച്ച്മെൻറ്റ് മോഷനും നോ കോൺഫിഡൻസ് മോഷനും ഒക്കെ കൊണ്ടുവരുന്നത്. ഇനിയിപ്പം ബാക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ചെയ്തു, കഴിഞ്ഞ ടൈമിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഇനി അതും കൂടെ ചിലപ്പോൾ ഇനി അതേ ഉള്ളൂ പരീക്ഷിക്കാം. അന്നത് ഇതുപോലെ ഇതെല്ലാം അവർക്ക് ആയുധമായി കൊടുക്കുകയാണെന്നേ. ഓരോ വിഷയം ഇടുമ്പം ഇത് പാർലമെൻറ്റിൽ ചർച്ചയ്ക്കിടുമല്ലോ, ചർച്ചയ്ക്കിടുമ്പം ഗണേഷ് കുമാർ എന്ത് ചെയ്തു എന്നുള്ളത് BJPക്ക് പറയാനുള്ളൊരു അവസരം കൊടുക്കുകയാണ്, ഓം ബിർള എന്ത് ചെയ്തു എന്നുള്ളത് പറയാനുള്ളൊരു അവസരം ഇട്ട് കൊടുക്കുകയാണ്. ഇനി പിന്നെ ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ തിരുപ്പറക്കുണ്ട്രം വിഷയത്തിൽ നമ്മുടെ ജസ്റ്റിസ് സ്വാമിനാഥനെതിരെ GR സ്വാമിനാഥനെതിരെ ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവന്നത്. അതവിടെ ചവറ്റുകുട്ടേ കിടക്കുകയാണ്. കാരണം അത് ശരിയല്ല എന്നുള്ളത് സുപ്രീം കോടതി ഹൈക്കോടതി എല്ലാം തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു ജസ്റ്റിസിനെതിരെ നീങ്ങുന്നത് ശരിയല്ല, കാരണം അദ്ദേഹം കറക്റ്റാണ് പറഞ്ഞത്. നിങ്ങൾ തന്നെ ഇട്ട ഒരു ഓർഡർ നിങ്ങൾ പാലിക്കാത്തതല്ലേ കുഴപ്പം, അത് പാലിക്കുക ആദ്യം എന്ന് പറഞ്ഞ് അവിടെ ഇപ്പോൾ അത് ഈസി ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് പൊങ്ങി വരുമെന്ന് പറഞ്ഞു. അത് 120 പേരെ കണ്ട് ഒപ്പിട്ട് DMK കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അതും അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇംപീച്ച്മെൻറ്റ്, തൊട്ടതിനും പിടിച്ചതിനും ഇംപീച്ച്മെൻറ്റ്, തൊട്ടതിനും പിടിച്ചതിനും പ്രിവിലേജ് മോഷൻ, തൊട്ടതിനും പിടിച്ചതിനും അവിശ്വാസ പ്രമേയം, ഇതൊക്കെയാണ് ഇപ്പം ഇന്ത്യ മുന്നണിയുടെ നയം. കാരണം മറ്റൊന്നും ഫലിച്ചില്ലെങ്കിൽ കാളൻ നെല്ലായി. ഇതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.